ചർച്ച് ഓഫ് ഗോഡ് ദോഹ ഖത്തർ റഹബോത്ത് ഏരിയ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു കൂട്ടായ്മ ബന്ധം. എന്താണോ പത്രത്തിൽ അല്ലേ വേണ്ട, ഈ പത്രമൊക്കെ വായിച്ചുള്ള സമാധാനം പോകും. എടി അന്നമ്മേ, അന്നമ്മോ, എന്തോ ഇതാ വരുന്നേ. എന്താ ചായ? രാവിലെ എന്നാന്ന് അറിയത്തില്ലടി, ഭയങ്കര വിശപ്പ്. നീ എന്തെങ്കിലും ഒന്ന് കഴിക്കാണെങ്കിൽ. എന്തോ പറയാനാ എന്റെ പൊന്നച്ചായ, ഈ വീട്ടിലാണെങ്കിൽ ഒരു ഇച്ചിരി കാപ്പിപ്പൊടി പഞ്ചസാര പോലും ഇരിപ്പില്ല. 2 മുട്ടയുണ്ട്, പുഴുങ്ങി എടുക്കട്ടെ. ഈ വീട്ടിലെ കോഴി ഇപ്പൊ മുട്ടയിടാറില്ലയോ? ആ 2 മുട്ട ഇരിപ്പുണ്ട്, അത് വേണം പുഴുങ്ങി. നീ അത് കാര്യം ചെയ്യും, ആ 2 മുട്ടയില്ല, നീ അത് പിള്ളേർക്ക് കൊടുത്ത്, ഇനി അല്ലെങ്കിൽ അവരെഴുന്നേറ്റ് വന്നിട്ട് പിന്നെ എന്നെ തിന്നാൻ വരും. ശരി. അപ്പച്ചോ, അപ്പച്ചോ, നിങ്ങളുടെ ഉപദേശി പാട്ട് പാടി അങ്ങ് ദൂരേന്ന് വരുന്നുണ്ടേ. പിന്നെ ദുഃഖമൊന്നുമില്ല, എന്നെ കാണും ജനങ്ങൾ, പിന്നെ ഇരുന്നാട്ടെ. എന്ത് പറ്റി രാവിലെ? അതെ, ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴേ ദൈവാത്മാവ് എന്നോട് കൃത്യമായി ഇടപെട്ടു. കരിയച്ചന്റെ ഭവനത്തിൽ വരെ വരണമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ല, ഏലിക്കുട്ടിയുടെ കാലിന് സുഖമില്ല, ഭയങ്കര നീരും വേദനയായിട്ടിരിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഒന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആലയത്തിലോട്ടൊന്ന് വരണമെന്ന്. എന്നാ പ്രത്യേകിച്ച്? ഒന്നും പറയണ്ട, നമ്മൾ ഈ മലമുകളിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം ഒത്തിരിയായി. കിളച്ചും ഒന്നും വയ്യ, എന്റെ ആകെ കൈയും വയ്യ, കാലും വയ്യ, ഉരുശി പ്രായമായി. അതിന്റെ കൂട്ടത്തിൽ ഇന്ന് രാത്രി അവർക്ക് തീരെ മേലായിരുന്നു. ഒരു കണക്കിനാണ് നേരം വെളുപ്പിച്ചത്. പിന്നെ ഞാൻ മരിച്ചു പോകുന്ന പോലെ ഞാൻ വിചാരിച്ചു, അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. അതായിരിക്കും ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത്. ഇന്ന് നിങ്ങളുടെ ആവശ്യം വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നലെ എന്തോ രോഗങ്ങളോ പീഡകളൊക്കെ ഉണ്ടായി. എനിക്ക് ഭയങ്കര വിമിഷ്ടമായിരുന്നു, ശ്വാസം മുട്ടലും. പിന്നെ ഞങ്ങൾ 2 പേരും കൈകോർത്ത് പിടിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ ഒന്ന് കണ്ണടച്ചത് ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലൂടെ. ഞങ്ങള് കുടുംബമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദൈവാത്മാവ് എന്നോട് കൃത്യമായി ഇടപെട്ടത്. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പൊ എനിക്ക് ആശ്വാസമുണ്ട്. കുഞ്ഞുങ്ങളൊന്ന് പള്ളിക്കൂടത്ത് പോയില്ലേ കറിയച്ച? അവറ്റൊക്കെ ആകെ ഒരു നിക്കറും ഒരു ഉടുപ്പേ ഉള്ളൂ. അതാണ് ഇന്നലെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോ നനച്ചോണ്ടാ വന്നത്. അതെയോ? അത് ഉണങ്ങിയില്ല. ദൈവം നമ്മുടെ അവസ്ഥകളൊക്കെ മാറ്റി തീർക്കുന്നു. അതാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുവാ. നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്. വീട്ടിൽ പോയി ഇച്ചിരി കാപ്പിപ്പണി പഞ്ചസാര മേടിച്ചോണ്ട് പാസ്റ്റർക്ക് കൊടുക്കാൻ. പിന്നെ പറ ഉദ്ദേശിച്ച് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷമൊന്നുമില്ല. പിന്നെ കുട്ടികള് എത്ര ക്ലാസ്സൊക്കെ പഠിക്കുന്നു? പിള്ളേര് ഇങ്ങനെ 5ാം തരവും 4ാം തരവും ഒക്കെ ആയി വരുന്നു. നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളല്ലേ? സ്കോറും നോക്കി. പിന്നെ വേറെന്താ വിശേഷങ്ങൾ? കാപ്പി കുടിക്കാൻ 2 മുട്ട പുഴുങ്ങിയതുണ്ട്, അതും കഴിക്കാൻ. കഴിച്ചിരുന്നു? ഞങ്ങള് കഴിക്കാൻ തുടങ്ങുമായിരുന്നു. മുട്ടയൊക്കെ കഴിച്ചാട്ടെ. നമ്മുടെ ഇവിടുത്തെ വീട്ടിലെ കോഴി ഇട്ടതാ. ഇത് ഈ വർഷത്തെ കൃഷിയൊക്കെ എങ്ങനെയുണ്ട്? കൃഷിയെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ്. നഷ്ടത്തിലാണോ? വളരെ മോശമാ. ഇപ്പോഴാണെങ്കിൽ ആകെ പന്നിയും ആനയും ഇപ്പൊ കടുവയൊക്കെ ഇറങ്ങിയെന്നാ പറയുന്നത്. പിന്നെ ഇല്ലയോ, കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തേക്ക് വിടുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ കൂടെ പോകണം. പോകുന്ന സമയത്ത് പിന്നെ ഇപ്പൊ ഈ പ്രാവശ്യം ഇച്ചിരി ചീനിയും ഇച്ചിരി കാച്ചിലൊക്കെ നട്ടിട്ടുണ്ട്. എന്തായാലും ഉദ്ദേശിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ കൊണ്ട് വരുന്ന വഴിയിൽ ഒരുപാട് കൃഷി നശിച്ചു കിടക്കുന്ന ഞാൻ കണ്ടിരുന്നു. വാഴയും ചീനയും
ഇന്നത്തെ മഴയ്ക്കായിരിക്കും അല്ലേ? അതെ, നമ്മുടെ പാർട്ടിയുടെ മൊത്തം പോയെന്നേ, അവനൊന്നും കിട്ടിയില്ല. അതെയോ? ശരി ശരി ശരി. അപ്പൊ ഞാന് 1-2 ഭവനത്തിൽ കൂടെ എനിക്ക് പോകാനുണ്ട്. അപ്പൊ ഞാന് പ്രാർത്ഥിച്ചേക്ക് ഇറങ്ങാണ്. ഓ, എന്താ ഉദ്ദേശിച്ച് ധൃതി വന്നില്ലേ? അവിടെ ഇരിക്കുക, നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. എനിക്കൂടെ കാലിന് വയ്യ. അപ്പൊ ഞാനും ചെന്നിട്ട് വേണം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ്. അപ്പൊ ശരി, ഞാൻ പ്രാർത്ഥിച്ചതൊക്കെ ഇറങ്ങുവാണ്. അന്നമ്മേ ഭാഷ പോവാണ്. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ നീയത്തേയും രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്തേയും രക്ഷാസ്ഥാനം. ഞങ്ങളുടെ ഗോപാലചാരനെ സോനിക്കുട്ടി അമ്മയമ്മ ഞങ്ങളുടെ അയലോക്കത്ത് താമസിക്കുന്നവരാണ്. സോനിക്കുട്ടി അമ്മയ്ക്ക് 2-3 ദിവസമായിട്ട് നല്ല തലവേദനയാണ്. ഒന്ന് പ്രാർത്ഥിക്കണേ. പക്ഷേ ഗോപാലൻ ചേട്ടൻ ഞങ്ങൾക്ക് ഭയങ്കര സഹായമാണ്. എന്ത് വിളിച്ചാലും മതി, ഓടിയും വരും. സ്തോത്രം സ്തോത്രം സ്തോത്രം. എതിരായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ അധികം വാഴ്ത്തുന്നു. ഞങ്ങളുടെ പ്രിയ കടിയാച്ചനെയും കുടുംബത്തെയും കുറിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവ് അവരുടെ അവസ്ഥകൾ അറിയുന്ന കർത്താവേ, അവരെ ഒന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണം. കർത്താവേ, കഴിഞ്ഞ രാത്രിയിൽ സഹോദരിക്ക് സംഭവിച്ച എല്ലാ രോഗങ്ങളിലും കഥ കൊടുത്ത് വിടലിൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണേ കർത്താവേ. അവരുടെ അവസ്ഥകളിൽ ഒരു മാറ്റം കർത്താവ് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഹോദരി സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ പ്രിയ സുമതി സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ഒരുപാട് നാളുകൊണ്ട് തകവനെയായിട്ട് ഭാരപ്പെടുന്നത് കർത്താവ്. ഹല്ലേലൂയ കർത്താവേ. നിന്റെ മക്കൾ കർത്താവെ വിശ്വസിക്കുമാർ ഒരു വിടുതൽ കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഹോദരനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ കുടുംബത്തിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ അത്ഭുതം ചെയ്യുന്നു. ഈ ദേശത്ത് കർത്താവെ നിന്റെ മക്കൾ അത്ഭുതമായി തീരുവാൻ ദൈവത്തോട് കൃപ ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ കൊണ്ടിരിക്കണം. സകല മാനവബോധം വീഴ്ചയ്ക്ക് തടവിക്കുന്നു. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ മറിയോ. ഓ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നന്ദി എന്നോടല്ല പറയേണ്ടത്, സർവശക്തനായ ദൈവത്തോട് തന്നെ പറഞ്ഞത്. സ്തോത്രം. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മുൻപോട്ട് ജീവിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കും. പ്രിയരെ, ഒരു പഴയകാല കുടുംബ പശ്ചാത്തലം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു ഒരു സമകാലിക കുടുംബ പശ്ചാത്തലവുമായി. വെയിറ്റ് ആൻഡ് സീ. ഞാനെല്ലാം ചെയ്ത് വെച്ചിട്ടല്ലേ ആ തുണി ഒരു തുണി ഒന്ന് അയൺ ചെയ്യാനും ആ പിള്ളേരുടെ സ്കൂളിലൂടെ പോകാം. അതാ വാഷിംഗ് മെഷീനിൽ ഒന്ന് ഓൺ ചെയ്താൽ പോലെ. അതുപോലെ ചെയ്തിട്ടില്ല. നീ കടങ്ങല്ലേ, ഞാൻ എല്ലാം റെഡിയാക്കി തരാം. പിന്നെ ഭർത്താക്കന്മാരെ കുറച്ചും കൂടെ പോവാനി കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്.
മനുഷ്യനോ? പണ്ടേ സാറാ അബ്രഹ്മനെ യജമാനനെ എന്നാ വിളിച്ച് കേട്ടോ. അയ്യടാ, യജമാനനെ വിളിക്കാൻ പറ്റിയൊരു സാധനം. യജമാനൻ. ഇത്, ഒരു സെക്കൻഡ്. ആ പിന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുക എന്താണെന്നറിയോ? സ്ത്രീകൾ ബലഹീന പാത്രങ്ങൾ എന്ന. അതുകൊണ്ടാണ് ഞാൻ ഇനി ഒന്നും ചെയ്യാത്ത കേട്ടോ. എല്ലാവരും വന്ന് ചെയ്തു നോക്ക്. വലിയ ബലഹീനമാണ്. ഒന്ന് ചെയ്തു നോക്ക്. ഞാനൊന്ന് കാണട്ടെ. യജമാനൻ എന്നാൽ ഇപ്പൊ പോയാൽ തുണി ഒന്ന് തേച്ച് വെക്കാവോ? ഓക്കേ. അവനത് പറഞ്ഞിട്ട് ബാക്കിലോട്ടാ ഈ നടക്കുന്നത്. വരച്ച പാത്രങ്ങള് കഴിഞ്ഞ വരച്ച് ഇട്ടിരിക്കുവോ? ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. എടാ, നിനക്ക് അടുത്താഴ്ച പരീക്ഷയല്ലേ? നിന്റെ പുസ്തകമൊക്കെ ഇവിടെ വാരിട്ട് വലിച്ചിട്ടേക്കുവാ. ഈ വീടൊക്കെ ഒന്ന് കിടക്കുന്നത് കണ്ടില്ലേ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോയിക്കോ. ഹലോ ഹലോ ആരാ? സഹോദര, എന്താ ഇത്? ഞാനാ ഭാഷ. അവിടെ എന്താ പിന്നെ ഒരു ബഹളം നടക്കുന്നേ? ഒന്നില്ല മാസ്റ്ററെ. അതെ, ഞങ്ങളുടെ പുതിയ ഡിഷ് വാഷ് ഓണാക്കിയതാ. വലിയ ബഹളം നടക്കുന്നുണ്ടല്ലോ അവിടെ. ഒന്നുമില്ല, വെറുതെ. പിന്നെ എന്നോട് മാസ്റ്ററെ. സഹോദര, ഞങ്ങള് അങ്ങോട്ട് വരിക. സഹോദരൻ വീട്ടിലുണ്ടോ? ഇങ്ങോട്ടോ? ആ ഏരിയയിലുള്ള കുറച്ച് സഹോദരന്മാരും കൂടെ ഉണ്ട്. ഞങ്ങൾ നിങ്ങളുടെ വീടൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരിക. പാസ്റ്ററെ, ഞങ്ങളെ പുറത്തോട്ടൊന്ന് പോവാനിരിക്കുകയാണ് പാസ്റ്ററെ. ഞാനേ റെഡി ആയിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പിള്ളേരെയൊക്കെ ഒന്ന് റെഡിയാക്കി പോകാനായിട്ടൊന്ന് ഇരിക്കുവായിരുന്നേ. നമുക്ക് വേറെ ദിവസം വരാം. കുഴപ്പമില്ല സഹോദരൻ, നിങ്ങൾ പുറത്ത് പോയിക്കോ. ഞങ്ങൾ ജസ്റ്റ് വന്നൊന്ന് പ്രാർത്ഥിച്ചേച്ച് പോയിക്കോളാം. ഒരു മിനിറ്റ്. ആ എന്നാ ഓക്കെ പാസ്റ്ററെ. ഓക്കെ, ഒരു മിനിറ്റ്. പാസ്റ്റർ വീടൊന്ന് റെഡിയാക്കി. തുറക്കില്ല. Praise the Lord, സഹോദര. Praise the Lord, മോനെ. സുഖമാണോ? വീട്ടിലുണ്ടല്ലോ. എന്ത് പറ്റി സഹോദരി? മോഹല്ലാതെ ഇരിക്കുവാണല്ലോ. അത് ഞാൻ ഉള്ളി പൊളിക്ക. നിങ്ങൾക്കറിയാമോ ഇപ്പൊ ഉള്ളി അരിഞ്ഞ് മെഷീൻ കടയിൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അരിഞ്ഞ ഉള്ളി മേടിക്കാൻ കിട്ടുന്നുണ്ട്. അത് മേടിച്ചാൽ പോരെ? എന്നിട്ടാണ് അടുത്തുണ്ടാക്കാൻ. തിരക്കായിട്ട് തോന്നുന്നു. പുറത്തും ഭയങ്കര ചൂടല്ലേ? കുറച്ച് തണുത്ത പെപ്സിയും സെവനപ്പും എടുക്കട്ടെ? സഹോദരി, വിശദമായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. പെപ്സിയും സെവനപ്പും എന്താ? അതെന്താ പാസ്റ്റർ, വിശുദ്ധല്ലേ? പെപ്സിയും സെവനപ്പും വിശദമായിരിക്കും സഹോദരി. പക്ഷെ എനിക്ക് ഷുഗറാണ്. എനിക്ക് ഷുഗറിന് പറ്റിയ ഒരു സാധനം എന്റെ കയ്യിലുണ്ട്. കുറച്ച് പാക്ക ജ്യൂസ് ഉണ്ട്, അതെടുക്കട്ടെ? അടിപൊളിയാ. എനിക്ക് ഷുഗർ ഇല്ലല്ലോ. എന്നാ പാസ്റ്റർ ചായ എടുക്കട്ടെ? സഹോദരി, ചായ ഒന്നും വേണ്ട. സുഖം. എന്തൊക്കെയുണ്ട് വർത്താനം? കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പനും അമ്മയൊക്കെ സുഖമായിരിക്കുന്നു. അപ്പനും മമ്മിയൊക്കെ സുഖം. അവൻ ജീവിക്കുമോ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? പോന്നു, പഠിക്കുന്നു, കാര്യങ്ങളൊക്കെ പോകുന്നു. പിന്നെ അച്ഛാ, എന്നോട് വിശേഷം? സന്തോഷം. പോന്നു. ഭയങ്കര ചൂടൊന്നും പറയണ്ട. അവര് കാണാറുണ്ട്. അവര് കാണാറുണ്ട്. ഞാൻ പിന്നെ തിരക്കല്ല നമ്മുടെ മാസ്റ്റർ. ബ്രദറെ, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്ന സ്ഥിതിക്ക് നമ്മള് വല്ലപ്പോഴൊക്കെ ഒന്ന് കാണാൻ കിട്ടാറുള്ളൂ. പിന്നെ നമ്മുടെ ഏരിയ മീറ്റിംഗ് ഉണ്ടല്ലോ, അപ്പോഴൊക്കെ നമ്മുടെ റോബർട്ട് ചേട്ടനെയൊക്കെ കാണാൻ കിട്ടും. അന്ന് നമ്മുടെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉള്ള സ്ഥിതിക്ക് അതൊന്നും ഞാൻ മിസ്സാക്കാറില്ല. അല്ല ബ്രദറെ, നിങ്ങളെ കുറെ നാളായല്ലോ ചർച്ചിൽ ആരാധനയ്ക്കും കണ്ടിട്ട്. ആരാധനയ്ക്കൊന്നും ഇപ്പൊ വരാനില്ലേ? എന്റെ പൊന്നു മാസ്റ്റർ, ഞാൻ ഏറ്റവും ബാക്കിലായിരിക്കും. അവിടെ കണ്ടോ, ഡോറിന്റെ അടുത്താ.
കട്ടന്റെ പുറയിലാണോ ഇരിക്കുന്നേ? അല്ല പതുക്കെ ഉമ്മ നല്ല കാണാത്തത്. പക്ഷേ ഇപ്പൊ അറിയാലോ, പിള്ളേരെല്ലാരും ഫാസ്റ്റിംഗല്ലേ രാവിലെ. അപ്പൊ ഈ 11:30 ആകുമ്പോഴത്തേക്ക് ഞാൻ ആശീർവാദം പറഞ്ഞ ഒട്ടനെ ഇറങ്ങും. ആർക്ക് കൈയൊന്നും കൊടുക്കാതാണോ പോന്നേ? കൈ കൊടുക്കും. പിന്നെ ഹോട്ടലൊക്കെ തിരക്കാണല്ലോ, 12 മണി നിങ്ങൾക്കറിയാലോ വെള്ളിയാഴ്ച എങ്ങനെയാണ്. അപ്പൊ കുറച്ച് ഫുഡ് മേടിക്കാനായിട്ടൊന്നും ഇറങ്ങും. അതാണ് ഇത് വെറുതെ ഇറങ്ങുന്നത്. നിങ്ങളെ മറ്റേ പുതിയ കട ട്രൈ ചെയ്തോ? ആ ബിരിയാണി കൊള്ളാം കേട്ടോ. ആണോ? ഹോട്ടലിന്റെ കാര്യം ഖത്തറിൽ എത്ര ഉണ്ടെന്നുള്ള കാര്യം എല്ലാ സഹോദരനും അറിയാം. മുന്നിൽ താമസിക്കുന്ന സഹോദരനെ കുറിച്ച് മാത്രം അറിയത്തില്ല. ഇങ്ങനെ പോയാ മതിയോ സഹോദര? മതിയില്ല. അല്ല സഹോദരന്മാര്, നമ്മുടെ തമ്പാച്ചായന്റെ ഫാദർ മരിച്ചിട്ട് നിങ്ങള് അവിടെ പോയായിരുന്നോ കാണാൻ? ഞാനേ വാട്സാപ്പിലെ കൺട്രോളൻസ് മെസ്സേജും പിന്നെ ഒരു കൈകൊപ്പും ഇട്ടു. അതില് തമ്പാച്ചായ ഗ്രൂപ്പിലില്ലല്ലോ. ഗ്രൂപ്പിലില്ലാത്ത തമ്പാച്ചായനാണോ കൂപ്പ് കൈ ഇട്ടത്? ആള് മാറിപ്പോയി കാണും, സോറി. എന്നിട്ട് കുറച്ചുകൂടെ ഒക്കെ കൂട്ടായ്മ ബന്ധത്തില് മുന്നോട്ട് വരണം കേട്ടോ. അല്ല സഹോദരന്മാരെ, നമുക്ക് ഈ മാസത്തെ ഏരിയ മീറ്റിംഗ് ഇവിടെ വെച്ച് നടത്തിയാലോ? അത് വേണ്ട. അതെ കാര്യങ്ങളൊക്കെ അല്ലേ ഭാഗ്യം കിട്ടുന്നത് പുറത്തു കൊണ്ടുപോകണമെന്നേ, അതുകൊണ്ടാ. സഹോദര, ഏരിയ മീറ്റിംഗ് നമ്മുടെ സഹോദരന്മാർക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടാനും ഒരു കൂട്ടായ്മ ആചരിക്കുവാനുള്ള ഒരു സാഹചര്യമാണ്. ബാക്കിയുള്ള സഭകളിൽ, ബാക്കിയുള്ള ഏരിയകളില് ഉള്ള എല്ലാ നമ്മുടെ വിശ്വാസികളുടെ വീട്ടിലും വെച്ച് ഏരിയ മീറ്റിംഗ് നടത്തി. നിങ്ങളുടെ വീട്ടിൽ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് അടുത്ത മാസം നടത്താം. അടുത്ത മാസം പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഹലോ, സഹോദര. റോഹിച്ചനാണേ. എന്തുകൊണ്ട് റോഹിച്ച വിശേഷം? വിശേഷം പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങള് UK വരെ ഒന്ന് കുടുംബമായിട്ട് ഇവിടെ നമുക്ക് പോവാ. യുകെക്ക് വിസിറ്റിന് പോവാന്നോ അതോ കുടുംബമായിട്ട് പോവാന്നോ? ഖത്തറിലൊക്കെ നിർത്തി ഞങ്ങളൊക്കെ പതുക്കെ ഇന്ന് വൈകിട്ട് എയർപോർട്ടിൽ കയറി ചെക്കിനൊക്കെ കഴിഞ്ഞു. ഒരു മണിക്കൂറിനാണ് ഓടി. അതെന്താ സഹോദര, ഒന്ന് പറയുന്നില്ലായിരുന്നല്ലോ? ഏരിയയിലും പറഞ്ഞില്ല, ചർച്ചിലും ആരോടും പറഞ്ഞില്ല, സാക്ഷ്യം ഒന്നും പറഞ്ഞ് കേട്ടുമില്ലല്ലോ. പിന്നെ ഈ സാക്ഷിയൊക്കെ പറഞ്ഞ് എല്ലാരും ഒക്കെ അറിഞ്ഞും ചോദിച്ചൊക്കെ വന്ന് ഇനി പോവാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളുടെ സഭയായിട്ട് നിങ്ങളുടെ പോക്കിന് വേണ്ടി പ്രാർത്ഥിച്ചേനുമല്ലോ. ഫുഡൊക്കെ നമുക്ക് ഇനിയാവാമല്ലോ. അച്ഛനെ പാസ്റ്റ് ഒരു കാര്യം ചെയ്താൽ ഒരു 10-15 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുക, ഞാൻ റോയിച്ചിനും കുടുംബവും ഇങ്ങോട്ട് പോയി എന്നൊരു മെസ്സേജ് ഇട്ടാൽ മതി. അത് സഹോദരൻ തന്നെ ഇടുന്നതല്ലേ നല്ലത്? പിന്നെ എല്ലാവരും വിളിയും പറച്ചിലും ചോദ്യവും ഒക്കെ തുടങ്ങും. പാസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞാൽ കൂപ്പ് കയ്യും ലവ് ചെയ്യോ ഇതിലങ്ങ് പോകും. സഹോദര, എന്നാ ഞാൻ അങ്ങനെ ചെയ്യാം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൂട്ടായ്മ ബന്ധത്തിൽ നിലനിൽപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കേട്ടോ. ഓക്കെ, പാസ്റ്റർ യുകെക്ക് വരുമ്പോ വിളിക്കണേ. തീർച്ചയായും ഞാൻ വിളിക്കാം. സഹോദരന്മാരെ, നമ്മുടെയൊക്കെ കൂട്ടായ്മ ബന്ധം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ്. ദൈവമേ, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ. സഹോദരന്മാരെ, നമുക്ക് പ്രാർത്ഥിച്ചേച്ച് പിരിയാം. പ്രിയരെ, കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ മനുഷ്യന്റെ സമസ്ത മേഖലകളിലും പ്രതിഫലിക്കുന്നുണ്ട്. എല്ലായിടങ്ങളിലും എന്ന പോലെ ആത്മീക മേഖലകളിലും അത് ദൃശ്യമാണ്. അത്തരത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള മാറ്റങ്ങൾക്കാണ് ഞങ്ങൾ എളിയ രീതിയിൽ ദൃശ്യാവിഷ്കാരം നൽകിയത്. കഷ്ടതകളുടെയും കഠിന ശോധനകളുടെയും നടുവിൽ അറിഞ്ഞ വേദപുസ്തക വിശ്വാസ പ്രമാണങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി പഴയ തലമുറ വില കൊടുത്തു. ദൈവത്തെയും കൂട്ടു സഹോദരങ്ങളുടെയും ദൈവദാസന്മാരെയും അകമഴിഞ്ഞ് സ്നേഹിച്ചു. നിലനിൽക്കുന്ന കൂട്ടായ്മ ബന്ധങ്ങളും
ലളിതമായ ജീവിതശൈലിയും നമ്മുടെ പിതാക്കന്മാരെ ദൈവഭക്തിയിൽ നിലനിർത്തി. അതിനാൽ ദൈവം അവരുടെ പിൻതലമുറയെ നന്മ കൊണ്ട് അനുഗ്രഹിച്ചു. എന്നാൽ നവതലമുറ പുറം ലോകവുമായി സരസപ്പെട്ടു. കുടുംബ ബന്ധങ്ങൾക്കും ദൈവസ്നേഹത്തിനും കൂട്ടായ്മ ബന്ധങ്ങൾക്കും ഇടിവ് വരുത്തിയിരിക്കുന്നു. മനുഷ്യന്റെ ബുദ്ധിയും അറിവും മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ എത്ര കണ്ട് വികസിച്ചാലും അത് ആത്മീയതയെയും കൂട്ടായ്മ ബന്ധത്തെയും സ്വാധീനിക്കുവാൻ നാം അനുവദിച്ചുകൂടാ. എബ്രായർ 13:16 പറയുന്നു, നന്മ ചെയ്യുന്നവനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വക യാഗത്തിനല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളതാണ് കൂട്ടായ്മ ബന്ധം എന്നും നാം മറന്നുകൂടാ. ആകയാൽ കാലം മാറിയാലും സംസ്കാരങ്ങൾ മാറിയാലും ആത്മീക വളർച്ചയിലും കൂട്ടായ്മ ബന്ധങ്ങളിലും മുരടിപ്പ് വരാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് ദൃഢപ്രതിജ്ഞയെടുക്കാം. ദൈവം നമ്മെ അതിനായി അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ദോഹ ഖത്തർ, റഹ്മത്ത് ഏരിയ, സൈനിങ് ഓഫ്.